ഹായ് ഹലോ, ഇന്നത്തെ വീഡിയോ ഒരു ട്രാവൽ വ്ളോഗാണ് കേട്ടോ. രണ്ടാം പെരുന്നാളിന് നെല്ലിയാമ്പതിക്ക് പോകാമെന്ന് വിചാരിച്ചിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ് കേട്ടോ. പോണ വഴിയിൽ തന്നെ നെല്ലിയാമ്പതിക്ക് തൊട്ട് മുമ്പായിട്ട് പോത്തുണ്ടി ഡാം ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ പോത്തുണ്ടി ഡാം കാണാനായിട്ട് ആദ്യം കയറി കേട്ടോ. അങ്ങനെ ഞങ്ങൾ ടിക്കറ്റൊക്കെ എടുത്തിട്ട് ഉള്ളിലേക്ക് കയറി ചെല്ലുമ്പോൾ തന്നെ സൈഡിലായിട്ട് കുറേ ചെടികളൊക്കെ വെച്ചിട്ട് നല്ല രസമുണ്ട് കേട്ടോ. പൂന്തോട്ടും ചെടികളും അതുപോലെ തന്നെ മരങ്ങളൊക്കെ ആയിട്ട് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാനായിട്ട്. പിന്നെ കുട്ടികൾക്ക് കളിക്കണ ഏരിയ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ആദ്യം തന്നെ ഡാം കണ്ടിട്ട് പിന്നെ കളിക്കണ ഏരിയകൾക്ക് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഈ മുമ്പിൽ കാണുന്ന സ്റ്റെപ്പ് കയറിയാലാട്ടോ ഡാം എത്തുക. അപ്പോൾ കുറേ സ്റ്റെപ്പുകളുണ്ട് കയറാനായിട്ട്. ഇതിൻ്റെ മീതെയാണ് കേട്ടോ ഡാം വന്നിട്ടുള്ളത്. അങ്ങനെ സ്റ്റെപ്പൊക്കെ കയറി ഞങ്ങൾ ഡാം കാണാനായിട്ട് പോവാണ്. പിന്നെ അലിക്കും അർസും പിന്നെ അനസും പാടെ നേരെ ബാക്കിൽ തന്നെ ഉണ്ട് കേട്ടോ. അങ്ങനെ സ്റ്റെപ്പ് കയറി കഴിഞ്ഞാലുള്ള വ്യൂ ഇതാണ് കേട്ടോ. നല്ല രസമാണ് കേട്ടോ കാണാനായിട്ട്. അവിടെ നിന്നിട്ട് ഇങ്ങനെ നോക്കി നിൽക്കാനായിട്ട് നല്ല രസമാണ്. പിന്നെ കുറേ ഫോട്ടോസ് എടുക്കാനൊക്കെ പറ്റിയ നല്ലൊരു സ്ഥലം കൂടിയാണ് കേട്ടോ. പിന്നെ ഞങ്ങൾ നടന്ന് കാണുകയാണ് കേട്ടോ ഡാം. കണ്ടില്ലേ, മേഘം മലയമ മുട്ടണ വ്യൂ കണ്ടില്ലേ? നല്ല രസമാണ് കേട്ടോ. അവിടെ നിന്നിട്ട് ഇത് കാണാനായിട്ട് വീഡിയോയിൽ കാണാനായിട്ടും നല്ല രസമാണ് കേട്ടോ നമ്മൾ നേരിട്ട് കാണുമ്പോൾ. അങ്ങനെ കുറച്ച് നേരം അവിടെയൊക്കെ നിന്നിട്ട് പിന്നെ നമ്മൾ താഴെ ഇറങ്ങി കേട്ടോ. താഴെ ഇറങ്ങിയപ്പോൾ പിന്നെ കുറേ കളിക്കണ സ്ഥലങ്ങളുണ്ടായിരുന്നു കേട്ടോ. അർജു പിന്നെ ഇതൊക്കെ കണ്ടോട് കൂടിയിട്ട് പിന്നെ നമ്മുടെ മേലിൽ നിന്ന് ഇറങ്ങിയിട്ട് പിന്നെ നടത്തായിട്ടോ. പിന്നെ നാഫിലും അശ്മിനും പാടത എല്ലാത്തിലും കയറി കളിക്കുന്നുണ്ട് കേട്ടോ. ഓരോ ആക്ടിവിറ്റികളൊക്കെ ചെയ്യണ ഓരോ റൈഡൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിലൊക്കെ എല്ലാത്തിലും മാറി മാറി കയറുന്നുണ്ട് കേട്ടോ അവർ രണ്ടാളും പാടെ. അർജു പിന്നെ അവിടെ ഓടി കളിക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ പോത്തുണ്ടി ഡാമിൽ അധിക നേരം സ്പെൻഡ് ചെയ്യില്ല എന്നാട്ടോ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് ഇറങ്ങാമെന്നാണ് കരുതി. പക്ഷെ അവിടെ പോയപ്പോൾ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് പിന്നെ ഭയങ്കര കളിയും കാര്യങ്ങളൊക്കെ ആയി. അതുകൊണ്ട് തന്നെ നമ്മൾ അവിടുന്ന് ഇറങ്ങാൻ കുറച്ച് വൈകിപ്പോയിട്ടോ. ശരിക്കും പറഞ്ഞാൽ നമുക്ക് നെല്ലിയാമ്പതി കാണാൻ പറ്റിയില്ല കേട്ടോ. നെല്ലിയാമ്പതി ഉദ്ദേശിച്ച യാത്ര നമുക്ക് നെല്ലിയാമ്പതിക്ക് പോകാൻ പറ്റിയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ 3 മണി കഴിഞ്ഞാൽ നെല്ലിയാമ്പതിക്ക് പോണ വഴി പ്രവേശിപ്പിക്കില്ല അത്ര. 3 മണിയുടെ മുമ്പാണ് നമ്മൾ അങ്ങോട്ട് കടത്തി വിടുള്ളൂ. അതല്ല സ്റ്റേ ഒക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ കടത്തി വിടും. അതാവുമ്പോൾ നമുക്ക് ഹോട്ടലിൻ്റെ ബുക്ക് ചെയ്തതൊക്കെ കാണിച്ചു കൊടുക്കും വേണം കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളവിടെ നമുക്ക് അങ്ങോട്ട് കടന്നു പോകാൻ പറ്റിയില്ല കേട്ടോ. ആ ഒരു ഭാഗത്ത് കുറേ കുരങ്ങന്മാരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നമ്മളവിടെ നിർത്തിയിട്ട ഭാഗത്ത് കുറേ കുരങ്ങന്മാരിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിയിട്ടും മരത്തുമ്മ ചാടിയിട്ടൊക്കെ കുറേ കുരങ്ങന്മാരുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഞങ്ങൾ നോക്കി വണ്ടിയിലിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ പോകാൻ പറ്റുമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഇരുന്നിരുന്നത്. പക്ഷെ നമ്മൾ അങ്ങോട്ട് കടത്തി വിട്ടില്ല കേട്ടോ. 3 മണിയുടെ മുമ്പാണെങ്കിൽ നമ്മളെ കടത്തി വിടും. അതുകൊണ്ട് തന്നെ നെല്ലിയാമ്പതി ക്യാൻസലായി. ഇനിയിപ്പോൾ എന്താ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങളിങ്ങനെ കുറേ നേരം വണ്ടിയിൽ തന്നെ ഇരുന്നു കേട്ടോ, കുരങ്ങന്മാരൊക്കെ നോക്കിയിട്ട്. പിന്നെ പ്ലാൻ ഇട്ടു മലമ്പുഴയുടെ ബാക്കിൽ ഉള്ളൊരു സ്ഥലമുണ്ട്, കവ എന്ന് പറഞ്ഞ ഒരു ഐസ്ലാൻഡ്. അപ്പോൾ അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചിട്ട് നേരെ അങ്ങോട്ട് തിരിച്ചു കേട്ടോ. ഇനി ഇൻഷാ അല്ലാഹ് അർവാൻ്റെ അടുത്ത ലീവിന് നെല്ലിയാമ്പതിയൊക്കെ പോകാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ വ്ളോഗായിട്ട് ഇടാം. അങ്ങനെ നേരെ ഞങ്ങൾ കവയിലേക്കാണ് കേട്ടോ പിന്നെ പോയത്. അങ്ങനെ പോണ വഴിയിൽ ഇളനീരൊക്കെ കുടിക്കാൻ വേണ്ടിയിട്ടൊന്ന് നിർത്തിയിട്ടു കേട്ടോ. അങ്ങനെ ഇളനീരൊക്കെ കുടിച്ചിട്ടാണ് പിന്നെ അടുത്ത യാത്ര തുടർന്നത് കേട്ടോ.
അങ്ങനെ കുറച്ച് ദൂരം കഴിഞ്ഞപ്പോൾ കവ എന്ന് പറഞ്ഞ സ്ഥലത്തെത്തിട്ടോ. ഈ കാണുന്നതാണ് കേട്ടോ, നല്ല രസമാണ് കേട്ടോ ഇവിടെ കാണാനായിട്ട്. ഇവിടെ കുറേ ആടുകളുള്ളതുകൊണ്ട് തന്നെ അർജു പിന്നെ ആടുള്ള സ്ഥലത്തുനിന്ന് പിന്നെ അനങ്ങിയിട്ടില്ല കേട്ടോ. അവിടെ ഓടി കളിയായിരുന്നു. ഞാനും അറവൊക്കെ പാടെ കുറച്ച് വെള്ളമുള്ള ഭാഗത്തേക്കൊക്കെ പോയിട്ട് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളും പിന്നെ അവിടെ കുറച്ച് നേരമൊക്കെ പോയിരുന്നു കേട്ടോ. അർജു കൂടുതലും ആടുള്ള ഭാഗത്തായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത്. അതിന് വെള്ളം കണ്ടാൽ പിന്നെ ഭയങ്കര വാശിയാണ്, ഭയങ്കര കളിക്കണം, വെള്ളത്തിൽ ഇറങ്ങണം എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര വാശിയാണ്. അപ്പോൾ അവനങ്ങോട്ട് കൊണ്ടുപോയില്ല കേട്ടോ. ഞാനും അതുപോലെ തന്നെ കുട്ടികളും പാടേണ് അങ്ങോട്ട് പോയിട്ടോ. അലിക്കും അർജും പാടെ ഇവിടെ നിൽക്കുന്നുണ്ടായത്. അങ്ങനെ തന്നെ ഞാനും അറവിയും പാടത വെള്ളമുള്ള ഭാഗത്തേക്ക് പോവാണ് കേട്ടോ. ഓണ വഴി കുറേ ചളികളുണ്ട് കേട്ടോ, ചളിയുള്ള ഏരിയകളുണ്ട്. അതൊക്കെ പിന്നെ ചവിട്ടിയിട്ട് വേണം പിന്നെ അങ്ങോട്ട് കിടക്കാനായിട്ട്. അങ്ങനെ നമ്മൾ അവിടെ എത്തി കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് പിന്നെ അവിടെ കുറച്ച് നേരമൊക്കെ സ്പെൻഡ് ചെയ്തിട്ടാണ് കേട്ടോ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയത്. ശരിക്കും പറഞ്ഞാൽ നാഫിലിനും അഷ്മിലിനും ഇങ്ങനത്തെ സ്ഥലങ്ങൾ കാണുമ്പോൾ അവർ ആദ്യം പറയാം ഇതിപ്പോൾ നമ്മുടെ പുഴയല്ലേ എന്നാണ് പറയാം. നമ്മുടെ വീടിൻ്റെ ബാക്കിൽ തന്നെ പുഴയാണല്ലോ. അവർക്ക് ഇതൊന്നും വലിയ താല്പര്യമില്ല കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനത്തെ സ്ഥലങ്ങൾ ഇഷ്ടപ്പെടുന്നവർക്ക് കവ ഐസ്ലാൻഡ് നല്ല രസമാണ് കേട്ടോ വന്നിരിക്കാനും അതുപോലെ തന്നെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാനായിട്ട് നല്ല ഒരു സ്ഥലമാണ് കേട്ടോ. ഈ രണ്ടെണ്ണത്തിന് ഇത് തീരെ ഇഷ്ടമല്ല കേട്ടോ. നമ്മുടെ വീടിൻ്റെ ബാക്കിൽ ഭാരതപ്പുഴ ഉള്ളതുകൊണ്ട് തന്നെ
അവർക്ക് ഇതൊക്കെ നമ്മുടെ വീടിൻ്റെ ബാക്കിലുള്ള പുഴ പോലെ തന്നെയാണ് കേട്ടോ തോന്നണത്. അങ്ങനെ ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഇറങ്ങിയിട്ട് പിന്നെ അവരൊന്ന് സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് പാർക്കിൽ പോകാൻ വിചാരിച്ചിട്ടോ. സഫാരി പാർക്ക് എന്ന് പറഞ്ഞിട്ട് അവിടെ ഉണ്ട്. നമ്മൾ ഇവിടുന്ന് അങ്ങോട്ട് ഇറങ്ങണ വഴിയിൽ തന്നെ കവാന്ന് വിട്ടാൽ പിന്നെ സഫാരി പാർക്ക് ആ വഴിയിൽ തന്നെ ഉണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ അങ്ങോട്ട് പോകാനായിട്ട് പോയി. പിന്നെ പോണ വഴിയിൽ ഇങ്ങനെ ഒരു അരുവി കണ്ടപ്പോൾ അവിടെ കുറച്ച് നേരമൊക്കെ നിന്നിട്ട് കുറച്ച് നേരം വീണ്ടും ഫോട്ടോസൊക്കെ എടുത്തിട്ട് പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നേരെ സഫാരി പാർക്കിൽ എത്തിയിട്ടോ. ഇതവർക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ ഈ പാർക്ക്. കുറേ ആക്ടിവിറ്റികളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ അവർക്ക് രണ്ടാൾക്കും ഭയങ്കര ഇഷ്ടമായി. ഇവിടെ ചാർജ് ഉണ്ട് കേട്ടോ, പ്രൈവറ്റ് പാർക്കാണ്. അങ്ങനെ നമ്മൾ പേ ഒക്കെ ചെയ്തിട്ട് നേരെ അതിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ടോ. അർജു ആദ്യം പോവുക വെള്ളമുള്ള ഭാഗത്തേക്കാണ് കേട്ടോ. അപ്പോൾ പിന്നെ അവനെ പിന്നെ വേഗം മാറ്റി ഊനാലും കാര്യങ്ങളുള്ളിടത്തൊക്കെ കൊണ്ടുപോയി. പിന്നെ നാഫിലിതാ കുതിരമ്മ കയറാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. ആദ്യം തന്നെ കുതിരപ്പുറത്തിരിക്കാനായിട്ട് ചെയ്തത്. അങ്ങനെ കുതിര കഴിഞ്ഞിട്ട് പിന്നെ ഈ വണ്ടിയിൽ ഓടിക്കുകയാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇതാ രണ്ടാളും മാറി മാറി ഓടിച്ചു കേട്ടോ. അങ്ങനെ പിന്നത്തെ ആക്ടിവിറ്റി പറയണത് ഈ കാളയായിരുന്നു കേട്ടോ. ഇതിൻ്റെ പുറത്തിരുന്നിട്ട് വിഴാതിരിക്കണം കേട്ടോ. അങ്ങനെ അതാ ഇതും രണ്ടാളും ചെയ്തു കേട്ടോ. അങ്ങനെ അത് കഴിഞ്ഞപ്പോൾ പിന്നെ ഇങ്ങനെ ഒരു ഏരിയ ആയിരുന്നു കേട്ടോ. ഇതിൽ അങ്ങോട്ടും ചാടിയിട്ട് അതുപോലെ തന്നെ മേല് കൊള്ളാത്ത രീതിയിൽ ചെയ്യണം കേട്ടോ. അവർ രണ്ടാളും എന്തൊക്കെയോ ചെയ്ത് കൂട്ടുന്നുണ്ട്. കുറേയൊക്കെ മേലടിയും കൊണ്ടേക്കണം കേട്ടോ രണ്ടാളുടെയും. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ എന്താ അമ്പെയ്ത്തും ഷൂട്ട് ചെയ്യണതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ ചെയ്തിട്ട് പിന്നെ അവിടെ നിന്ന് കുറച്ച് നേരം വൈകിട്ട് ഇറങ്ങാനായിട്ട്. അർജു എൻ്റെ മീതൊക്കെ കയറിയിട്ട് അവനും അവിടെ നിൽക്കണം പറഞ്ഞിട്ട് പിന്നെ അങ്ങനെ ഇവരുടെ കളി കഴിഞ്ഞിട്ട് പിന്നെ അവനൊന്ന് നിർത്തിയിട്ടോ.
അങ്ങനെ അതാ ലാസ്റ്റ് ഈ വെള്ളത്തിലും കൂടി ഇരുത്തിയിട്ട് പിന്നെ കളിയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ വീട്ടിലേക്ക് മടങ്ങിട്ടോ. രണ്ടാളും നല്ല പോലെ ക്ഷീണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ നേരെ ഫുഡ് കഴിച്ചിട്ടാണ് പിന്നെ നമ്മൾ വീട്ടിലേക്ക് പോയത്. TNTയിൽ നിർത്തി. അങ്ങനെ പിന്നെ ഷവായൊക്കെ കഴിച്ചിട്ട് പിന്നെ മടങ്ങി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള. എല്ലാവരും ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്ബൊക്കെ ചെയ്യുക. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യണേ. എന്നും അതുപോലെ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നാളെ മറ്റൊരു വീഡിയോ ഇട്ട് വരുന്നുണ്ട്. ഓക്കെ, ബായ്.